ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൈപ്പറമ്പിൽ പൂരത്തിന് എഴുന്നള്ളിച്ച ആന ഇടഞ്ഞോടി. മേള കലാകാരനടക്കം 4 പേർക്ക് പരിക്കേറ്റു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. കൊഴുക്കുള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്റ്റർ ഇല്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് തദ്ദേശ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത വെളിവാക്കപ്പെട്ട വസ്തുത പുറത്തുവന്നത്. നമസ്കാരം. ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. കൈപ്പറമ്പിൽ പൂരത്തിന് എഴുന്നള്ളിച്ച ആന ഇടഞ്ഞോടി. മേള കലാകാരനടക്കം 4 പേർക്ക് പരിക്കേറ്റു. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് പരിക്കേറ്റത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൈപ്പറമ്പിൽ പൂരത്തിന് എഴുന്നള്ളിച്ച ആന ഇടഞ്ഞോടി. മേള കലാകാരനടക്കം 4 പേർക്ക് പരിക്കേറ്റു. ആളുകൾ പരിഭ്രാന്തരായി ഓടുന്നതിനിടെയാണ് പരിക്കേറ്റത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. പരിക്കേറ്റവരെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. രാവിലെയാണ് തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പിനിടെ ശബരിനാഥ് എന്ന ആന ഇടയുന്നത്. ആന ഇടഞ്ഞതോടെ പ്രദേശത്ത് വലിയ പരിഭ്രാന്തിയുണ്ടായി. ആളുകൾ കൂട്ടമായതോടുകൂടി പലരും താഴെ വീഴുകയും ചവിട്ടേറ്റും പരിക്കേൽക്കുകയായിരുന്നു. അതേസമയം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. അവിടെ കട നടത്തിയിരുന്ന കാക്കാശ്ശേരി സ്വദേശി അഷ്റഫിന് മാത്രം 8 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കേച്ചേരി സ്വദേശിയായ ബഷീറിന് 4 ലക്ഷം രൂപയുടെയും വേലായുധൻ എന്നയാൾക്ക് 15,000 രൂപയുടെയും നാശനഷ്ടമുണ്ടായി. ക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ചിരുന്ന നിരവധി സ്റ്റാളുകൾ തകർന്നു. പരിക്കേറ്റവരുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. കൊഴുക്കുള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. ഇയാൾക്കായുള്ള അന്വേഷണം എക്സൈസ് ഊർജിതമാക്കി. രഹസ്യവിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. രാവിലെയാണ് തൃശൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി വീടിന് സമീപം എത്തിയത്. ഈ സമയത്ത് ബൈക്കിൽ വീട്ടിലേക്ക് വരികയായിരുന്ന വീട്ടുടമ റിക്സൺ എക്സൈസ് സംഘത്തെ കണ്ടതോടെ ബൈക്ക് ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു. എക്സൈസ് സംഘം വീട്ടിൽ കയറി പരിശോധിച്ചപ്പോഴാണ് വലിയ പാക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. പ്രദേശത്തെ ഉത്സവവുമായി ബന്ധപ്പെട്ട് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതാണ് കഞ്ചാവെന്നാണ് നിഗമനം. റിക്സൺ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഈ വീട്ടിൽ രാത്രികാലങ്ങളിൽ നിരവധി പേർ ബൈക്കുകളിൽ വന്നു പോകുന്നുണ്ടെന്ന വിവരം എക്സൈസിന് ലഭിച്ചിരുന്നതായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പറഞ്ഞു. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് രക്ഷപ്പെട്ട റിക്സണായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. റിക്സൺ നേരത്തെയും കഞ്ചാവ് കേസിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. വിലക്ക് ലംഘിച്ച് തൃശൂരിൽ TN പ്രതാപനായി വീണ്ടും ചുമരെഴുത്ത്. തൃശൂർ എളവള്ളിയിലാണ് ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വെങ്കിടങ്ങ് സെന്ററിൽ എഴുതിയ ചുവരെഴുത്ത് TN പ്രതാപൻ ഇടപെട്ട് തന്നെ മായ്പിച്ചിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം ലംഘിച്ചാണ് എളവള്ളിയിൽ പുതിയ ചുവരെഴുതിയത് പ്രത്യക്ഷപ്പെട്ടത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുതരുതെന്ന് നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. ഈ നിർദ്ദേശം ലംഘിച്ചാണ് എളവള്ളിയിൽ പുതിയ ചുവരെഴുതിയത് പ്രത്യക്ഷപ്പെട്ടത്. പ്രതാപൻ തുടരും പ്രതാപത്തോടെ എന്നെഴുതിയ ചുവരെഴുത്തിൽ കൈപ്പത്തി ചിഹ്നവും വരച്ചു ചേർത്തിട്ടുണ്ട്. ചുവരെഴുത്ത് മായ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും എഴുതിയവർക്കെതിരെ നടപടി ഉണ്ടാകില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവേശത്തിൽ ചുവരെഴുതിയതാണെന്ന് പാവറട്ടി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലിയും പ്രതികരിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്ത് പാടില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം നിർദ്ദേശം ലഭിച്ചുകൊണ്ടാണ് തൃശൂരിൽ ചുവരെഴുത്തുകാർ തുടരുന്നത്. അതേസമയം തൃശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്ന നിലപാട് മയപ്പെടുത്തി TN പ്രതാപൻ MP. ഇടതുപക്ഷത്തിന് തൃശൂരിൽ ശക്തമായ അടിത്തറയുണ്ടെന്നും മതം കൊണ്ടും വർഗീയത കൊണ്ടും മണ്ഡലത്തെ വിഭജിക്കാൻ കഴിയില്ലെന്നും TN പ്രതാപൻ പറഞ്ഞു. ഇടതുപക്ഷത്തിന്റെ അടിത്തറ കാണാതെ പോകരുതെന്നും TN പ്രതാപൻ ഓർമ്മപ്പെടുത്തി. മീഡിയ ടൈം, തൃശൂർ. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്റ്റർ ഇല്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് തദ്ദേശ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത വെളിവാക്കപ്പെട്ട വസ്തുത പുറത്തുവന്നത്. മുൻകൂട്ടി അറിയിച്ച് ഓഫീസ് സമയത്ത് നേരിട്ട് ഹാജരായാൽ രേഖകൾ പരിശോധിക്കാമെന്നും മറുപടിയിലുണ്ട്. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ വ്യാപാര മത്സ്യമാംസ സ്ഥാപനങ്ങളുടെ രജിസ്റ്റർ ഇല്ല.
സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകിയത് സംബന്ധിച്ച രജിസ്റ്റർ ക്രോഡീകരിച്ച് സൂക്ഷിച്ചിട്ടില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി. കാറ്ററിംഗ് യൂണിറ്റുകൾക്കുള്ള ലൈസൻസ്, അരുമമൃഗ വിൽപ്പന കേന്ദ്രങ്ങൾ സംബന്ധിച്ചും രജിസ്റ്റർ ഇല്ല. അതേസമയം മുൻകൂട്ടി അറിയിച്ച് ഓഫീസ് സമയത്ത് നേരിട്ട് ഹാജരായാൽ രേഖകൾ പരിശോധിക്കാമെന്നും മറുപടിയിലുണ്ട്. തെരുവു നായ്ക്കളുടെ വന്ധീകരണം, സംരക്ഷണം, ഷെൽട്ടർ എന്നിവ സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവിധാനം ഒരുക്കുന്നതിന് പഞ്ചായത്ത് തലത്തിൽ സാധ്യമല്ലെന്ന് മറുപടിയിൽ പറയുന്നു. എന്നാൽ പഞ്ചായത്ത് 4.40 ലക്ഷം രൂപ വകയിരുത്തി തെരുവുനായ നിയന്ത്രണ പദ്ധതിക്ക് അംഗീകാരം നേടിയിട്ടുണ്ട്. ബോധി വിവരാവകാശ സംരക്ഷണ സേന പ്രസിഡന്റ് നിശാന്ത് ശോഭനന് നൽകിയ മറുപടിയിലാണ് മേൽ വിശദീകരണം. മീഡിയ ടൈം, പുത്തൻവേലിക്കര. നവകേരള സദസ്സിൽ നൽകിയ പരാതികളിൽ പലതും പരാതികളുമായി ബന്ധമില്ലാത്ത ഓഫീസുകളിലേക്ക് അയക്കുന്നതായി പരാതി. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് നൽകിയ പരാതികളിലാണ് നടപടിയെടുക്കേണ്ട ഓഫീസിലേക്ക് അയക്കുന്നതിനു പകരം ബന്ധമില്ലാത്ത ഓഫീസുകളിലേക്ക് പരാതി അയച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തകൻ ഷാൻഡി ജോസഫ് നൽകിയ 100 പരാതികളിൽ മറുപടി കിട്ടിയതിൽ ചിലതിലാണ് പരാതികൾ തീർപ്പ് കൽപ്പിക്കേണ്ട ഓഫീസുകളിലേക്കല്ല ഉദ്യോഗസ്ഥർ അയച്ചതെന്ന് മനസ്സിലായത്. മാള പോലീസ് സ്റ്റേഷൻ മുൻവശത്തുള്ള പൊതുമരാമത്ത് റോഡരികിൽ ടൈൽ വിരിച്ചും ആൽത്തറ കെട്ടിയും സംരക്ഷിക്കണമെന്ന ആവശ്യത്തിനുള്ള പരാതി പൊതുമരാമത്ത് വകുപ്പിലേക്ക് അയക്കുന്നതിന് പകരം മാള പോലീസ് സ്റ്റേഷനിലേക്കാണ് അയച്ചത്. മാളക്കടവിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്മാരകം നിർമ്മിക്കണമെന്ന നിവേദനം മാള പഞ്ചായത്തിലേക്ക് അയക്കുന്നതിന് പകരം പൊയ്യ പഞ്ചായത്തിലേക്കാണ് അയച്ചത്. എന്നാൽ പൊയ്യ പഞ്ചായത്ത് മാളക്കടവ് സ്ഥിതി ചെയ്യുന്ന മാള പഞ്ചായത്തിലേക്ക് അയക്കാതെ പൊയ്യ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ സമർപ്പിച്ച് ആയതിലെ തീരുമാനം കൈക്കൊള്ളാമെന്ന വിചിത്രമായ മറുപടിയാണ് സെക്രട്ടറി നൽകിയിരിക്കുന്നത്. മീഡിയ ടൈം, മാള. വടക്കാഞ്ചേരിയിൽ ജഡ്ജിയുടെ കാർ തടഞ്ഞു നിർത്തി അസഭ്യം പറഞ്ഞ പ്രതികൾ റിമാൻഡിൽ. വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതികളെ റിമാൻഡ് ചെയ്തത്. വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ജഡ്ജി ആർ മിനിയുടെ കാറാണ് പ്രതികൾ തടഞ്ഞ് അസഭ്യം പറഞ്ഞത്. ചെറുതുരുത്തി സ്വദേശി അലി ബാബു, വടക്കാഞ്ചേരി ചള്ളിപ്പറമ്പ് സ്വദേശി രമേശ് എന്നിവരാണ് വടക്കാഞ്ചേരി പോലീസിന്റെ പിടിയിലായത്. 2 ദിവസം മുൻപ് വടക്കാഞ്ചേരി പാലസ് റോഡിൽ ആര്യ സൂപ്പർമാർക്കറ്റിന് സമീപത്തായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജഡ്ജി വടക്കാഞ്ചേരി കോടതി സമുച്ചയത്തിന്റെ ഭാഗത്തു നിന്നും പാലസ് റോഡിലൂടെ എത്തി പ്രധാന റോഡിലേക്ക് തിരിയുന്നിടത്ത് വെച്ചായിരുന്നു തർക്കം. എതിരെ ഓട്ടോറിക്ഷയിൽ എത്തിയ പ്രതികൾ ജഡ്ജിനോട് സഭ്യമല്ലാത്ത രീതിയിൽ സംസാരിക്കുകയും തട്ടിക്കയറുകയും ചെയ്തു. ജഡ്ജിയുടെ കാർ പുറകോട്ടെടുക്കുന്നതിനിടെ ഓട്ടോ 1 മിനിറ്റ് നിർത്തേണ്ടി വന്നതിലുള്ള രോഷപ്രകടനം അതിരുവിട്ടതാണ് പരാതിയിലേക്ക് നയിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മീഡിയ ടൈം, തൃശൂർ. ശ്രീകുരുമ്പക്കാവിൽ 4ാം താലപ്പൊലി നാളിൽ വൻ ഭക്തജനപ്രവാഹം. വൈകിട്ട് 6:30യോടെ പകലെഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലമിറക്കി പൂജകൾ കഴിഞ്ഞതോടെ 1001 കതിനകൾ മുഴങ്ങി. പിന്നാലെ കരിമരുന്ന് പ്രയോഗം നടന്നു. രാത്രി എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമാകും. തെക്കേ നടയിലെ ശ്രീകുരുമ്പമ്മയുടെ നടയിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെ ആരംഭിച്ച എഴുന്നള്ളിപ്പിന് കൊടുങ്ങല്ലൂർ അച്യുതൻകുട്ടി ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തി. എല്ലാ വർഷവും 4ാം താലപ്പൊലിക്ക് അച്യുതൻകുട്ടിയാണ് ഭഗവതിയുടെ സ്വർണ്ണക്കോലമേന്തുന്നത്. കോങ്ങാട് മധുവും കുനിശ്ശേരി ചന്ദ്രനും പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി. 9 ആനകൾ അണിനിരുന്ന എഴുന്നള്ളിപ്പ് തെക്കേ നടയിലെ കുരുമ്പമ്മയുടെ നടയിൽ നിന്ന് ആരംഭിച്ച് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയപ്പോഴേക്കും ക്ഷേത്ര സങ്കേതത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. കിഴക്കൂട്ട് അനിയന്മാര മേളത്തിന് പ്രാമാണികനായി. വൈകിട്ട് 6:30യോടെ പകൽ എഴുന്നള്ളിപ്പ് സമാപിച്ച് ഭഗവതിയുടെ കോലമിറക്കി പൂജകൾ കഴിഞ്ഞതോടെ 1001 കഥനകൾ മുഴങ്ങി. പിന്നാലെ കരിമരുന്ന് പ്രയോഗം നടന്നു. ആചാരകഥന വെടികളോടെ ആരംഭിച്ച മുറ തെറ്റാതെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഭഗവതിയുടെ സ്വർണ്ണക്കോലുമേന്തിയുള്ള ശ്രീ കുരുമ്പമ്മയുടെ ഗുരുതി പൂജ, 18 എഴുന്നള്ളിപ്പ്, മേളപ്പൊരുക്കം, പവിത്രമായ ഇറക്കിപ്പൂജ തുടങ്ങിയവ ധന്യമാക്കിയ ശ്രീകുരുമ്പക്കാവിലെ 4 ദിവസത്തെ താലപ്പൊലി ഉത്സവം രാത്രി 1 മണിക്ക് അടന്തമേളത്തിന്റെ അകമ്പടിയിൽ നടക്കുന്ന രാത്രി എഴുന്നള്ളിപ്പോടെ താലപ്പൊലിക്ക് സമാപനമാകും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഇനി നാട്ടിൽ നടന്നത്. മാളയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ ആൾ സ്ത്രീയുടെ മാല പൊട്ടിച്ചു. മാമ്പള്ളി പള്ളിക്കൽ ഗ്രേസിയുടെ 2.5 പൗണ്ട് മാലയാണ് പൊട്ടിച്ചത്. മാള ടൗണിന് ചേർന്നുള്ള റോഡിൽ ബുധനാഴ്ച രാവിലെയാണ് സംഭവം.
ഗ്രേസി കടയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു സ്കൂട്ടറിലെത്തിയ ആൾ മാല പൊട്ടിച്ചത്. പിടിവലിക്കിടയിൽ ഗ്രേസിക്ക് മാലയുടെ പകുതി ലഭിച്ചു. പരിക്കേറ്റ ഗ്രേസി മാള സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മാള പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മാല മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ CCTV ദൃശ്യങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. കൊടുങ്ങല്ലൂർ താലപ്പൊലി ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള റെയ്ഡിൽ എടവിലങ്ങ് കുഞ്ഞയിനി ഭാഗത്തു നിന്നും കഞ്ചാവുമായി യുവാവിനെ പിടികൂടി. എടവിലങ്ങ് കാതിയാളം എടുകണ്ടം വീട്ടിൽ സിദിൻ കൃഷ്ണയെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ശ്യാംനാഥും സംഘവും കഞ്ചാവുമായി പിടികൂടിയത്. മേഖലയിൽ യുവാക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായും സാമൂഹിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായും എക്സൈസ് സംഘത്തിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു. കൊടുങ്ങല്ലൂർ ശൃംഗപുരത്തുള്ള വീട്ടിലെ പോർച്ചിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷണം നടത്തിയ കേസിലെ പ്രതിയായ 19 വയസ്സുള്ള എൽത്തുരത്ത് കുന്നുംപുറം നെല്ലിപ്പറമ്പത്ത് പ്രവീണിനെ കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ ER ബൈജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വർഷം ജനുവരി 15-ാം തീയതി പുലർച്ചെ 2 മണിയോടെ ശൃംഗപുരം കല്ലഴി രാജീവൻ എന്നയാളുടെ വീട്ടിലെ പോർച്ചിൽ സൂക്ഷിച്ചിരുന്ന മോട്ടോർ സൈക്കിളാണ് പ്രതി മോഷണം ചെയ്ത് കൊണ്ടുപോയത്. കയ്പമംഗലം കാളമുറിയിൽ കഞ്ഞിക്കട കത്തി നശിച്ചു. കയ്പമംഗലം സ്വദേശി കിളിക്കോട്ട് സുബിത നടത്തുന്ന കഞ്ഞിക്കടയാണ് കത്തി നശിച്ചത്. കാളമുറി സെന്ററിന് പടിഞ്ഞാറ് തൂമുങ്ങൽ പാലത്തിനടുത്ത് ഒരുമ എന്ന പേരിൽ 3 ദിവസം മുൻപാണ് കട തുടങ്ങിയത്. പ്ലാസ്റ്റിക് ഷീറ്റ് മേഞ്ഞ കട പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. ഫർണിച്ചറുകളും പാത്രങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് തീപിടുത്തമുണ്ടായതറിയുന്നത്. പുത്തൂര് ജോബിനാഥിന്റെ സ്ഥലത്താണ് കഞ്ഞിക്കട നടത്തിയിരുന്നത്. സമീപത്തെ വീട്ടിലെ CCTVയിൽ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധർ തീവെച്ച് നശിപ്പിച്ചതാണെന്ന് സംശയമുണ്ട്. ചന്ദ്രാപിന്നിയിൽ വീടുകളിൽ സ്ഥാപിച്ചിരുന്ന വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ മോഷണം പോയി. ചന്ദ്രാപിന്നി ഹൈസ്കൂൾ റോഡിന് സമീപം ഇടശ്ശേരി വീട്ടിൽ സുഷജ, ഇടശ്ശേരി വീട്ടിൽ ആകാശ് എന്നിവരുടെ വീട്ടിൽ സ്ഥാപിച്ച മോട്ടോറുകളാണ് മോഷണം പോയത്. ഇന്ന് രാവിലെയാണ് മോട്ടോറുകൾ മോഷണം പോയത് വീട്ടുകാർ അറിയുന്നത്. പൈപ്പുകൾ മുറിച്ചു മാറ്റിയാണ് മോട്ടോറുകൾ കൊണ്ടുപോയിട്ടുള്ളത്. കയ്പമംഗലം പോലീസിൽ പരാതി നൽകി. മേലടൂർ ഗവൺമെന്റ് LP സ്കൂളിൽ മാള BRCയുടെ ആഭിമുഖ്യത്തിൽ 3-4 ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി ജെൻഡർ ആൻഡ് ഇക്വിറ്റി പ്രോഗ്രാമായ സ്വയം പ്രതിരോധ പരിശീലന പരിപാടി കരാട്ടെ സംഘടിപ്പിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ ഹസീന KA പദ്ധതി വിശദീകരണം നടത്തി. പ്രധാന അധ്യാപിക TK ഷാനി, SMC ചെയർപേഴ്സൺ TK അമ്പിളി, സ്റ്റാഫ് സെക്രട്ടറി VA തോമസ് എന്നിവർ സംസാരിച്ചു. BRC ക്ലസ്റ്റർ കരാട്ടെ മാസ്റ്റർ PT ബെന്നിയുടെ നേതൃത്വത്തിൽ ഗായത്രി ദേവി ആണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU AATUC പുത്തഞ്ചിറ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. കർഷക തൊഴിലാളി പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, കർഷക തൊഴിലാളി പെൻഷൻ ഉപാധിരഹിതമാക്കുക, കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി 600 രൂപയായി വർദ്ധിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. BKMU മാള മണ്ഡലം സെക്രട്ടറി TN വേണു ധർണ ഉദ്ഘാടനം ചെയ്തു. KC പത്മനാഭൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KV സുജിത് ലാൽ, UV വാസുദേവൻ, ബീന സുധാകരൻ, സിദ്ദിഖ് തോട്ടുങ്ങൽ, ES ലോഹിതാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു. മാള കോട്ടമുറി പുന്നയ്ക്കപ്പറമ്പിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലെ രേവതി മഹോത്സവം ഭക്തിസാന്ദ്രമായി. വൈകിട്ട് കാഴ്ച ശ്രീബലി, ദീപാരാധന, പൂമൂടൽ, നടക്കൽപ്പറ, തായമ്പക എന്നിവ നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ക്ഷേത്രം പ്രധാന അടികളായിരുന്ന നീലത്തുമഠം പ്രദീപ് കുമാർ അടികളുടെ സ്മരണാർത്ഥം ശ്രീകുരുംബ പുരസ്കാരം മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാർക്ക് സമ്മാനിച്ചു. കോട്ടകോവിലകത്ത് നടന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പേമരാജ് ചുണ്ടാലത്ത്, കോവിലകം പ്രതിനിധി രഘുനന്ദൻ രാജ എന്നിവർ ചേർന്ന് നൽകി. ദേവസ്വം സെക്രട്ടറി P ബിന്ദു അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് മെമ്പർ MP മുരളീധരൻ പൊന്നാടയണിയിച്ചു. ആസ്വദിച്ച് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്.
അതിലുപരി ഈ രാജകുടുംബത്തിൻ്റെ തിരുമുറ്റത്ത് ഇങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സൊരുക്കിയതിലുള്ള നമ്മളുടെയൊക്കെ ഒരു അഭിമാനവും കാണുന്നത്. ഇതിനാണെങ്കിൽ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കുകയാണ് വലിയ തമ്പുരാനും അതുപോലെ തന്നെ അടികളുണ്ട്, നമ്മുടെ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾ. നമ്മൾ ഈ പ്രഭാതത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഏറെ മനോഹരമാണ് എന്നുള്ളത്. കിഴക്കൂട്ട് അനിയന്മാരാർക്ക് ഒരു പുരസ്കാരം നൽകുക എന്നതിലുപരി അത് ഇത്രയും ഒരു ഭൗതിക സാഹചര്യങ്ങൾ ഒരുങ്ങി വന്ന വേളയിലാവുമ്പോഴാണ് അതിൻ്റെ മഹത്വവും മഹനീയതയും പ്രകടമാകുന്നത്. കിഴക്കൂട്ട് അനിയന്മാരാർ ഒരുപാട് കഴിഞ്ഞ 35 വർഷകാലം തൃശ്ശൂർ പൂരത്തിൻ്റെ മേളത്തിലുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇത്തവണയാണ് അദ്ദേഹം ചരിത്രത്തിലേക്ക് കുട്ടിക്കയറിയത്. മേളപ്രമാണിയായി അദ്ദേഹം ചരിത്ര താളുകളിലേക്ക് കുട്ടിക്കയറിയപ്പോൾ പൂരം എന്നുള്ളത്, തൃശ്ശൂർ പൂരം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുന്നത് ഏറ്റവും വലിയൊരു സാംസ്കാരിക ഉത്സവമായിട്ടാണ്. ആ സാംസ്കാരിക ഉത്സവത്തിൽ തന്നെ പുല്ലൂറ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ കരാട്ട ക്ലാസിന്റെ ഉദ്ഘാടനം നടന്നു. BRCയുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്കായി നടപ്പിലാക്കുന്ന സ്വയം പ്രതിരോധ പരിപാടിയായ കരാട്ട ക്ലാസിന്റെ ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ നിർവഹിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി മുഖ്യാതിഥിയായിരുന്നു. സെൻസായ് സിസ്മി ടോമി മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് യെല്ലോ ബെൽറ്റ് നൽകി. ന്യൂനപക്ഷ കമ്മീഷൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സിറ്റിംഗ് നടത്തി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിൽ 11 പരാതികൾ പരിഗണിച്ചു. ഒരു പരാതി തീർപ്പാക്കി. ബാക്കി പരാതികളിൽ റിപ്പോർട്ട് തേടാൻ ബന്ധപ്പെട്ടവർക്ക് കൈമാറി. ജയിലിൽ കഴിയുന്ന അന്തേവാസികൾക്ക് നിയമം അനുശാസിക്കുന്ന അവകാശങ്ങൾ അധികൃതർ ഉറപ്പാക്കണമെന്ന് ചെയർമാൻ വ്യക്തമാക്കി. കോലഴി കൊടുമുള്ളിക്കാവ് ശ്രീ വേട്ടക്കാരൻ ക്ഷേത്രത്തിലെ ദുർഗാദേവിക്ക് പൊങ്കാല സമർപ്പണം നടന്നു. പണ്ടാരടുപ്പിൽ അഗ്നി പകർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം മേൽശാന്തി കീഴോത്ത് രമേശ് നിവേദ്യ സമർപ്പണം നടത്തി. തുടർന്ന് പൂജാ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തർ പൊങ്കാല സമർപ്പണത്തിന് എത്തി. ഭിന്നശേഷി കുടുംബ സംഗമവും ചാലക്കുടി പ്രദേശത്തെ ഭിന്നശേഷി കുടുംബങ്ങളെ ഏകോപിപ്പിച്ച് സംഘടനാ രൂപീകരണവും 21-ന് ഉച്ചതിരിഞ്ഞ് 2:30-ന് ചാലക്കുടി KSRTCക്ക് സമീപമുള്ള സാൻ മരിയ ഹാളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യോഗത്തിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇരട്ട സ്വർണം നേടിയ CR അഭിജിത്തിന് സ്വീകരണം നൽകും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജോഷി മാളിയേക്കൽ, കലാഭവൻ ജയൻ, ലക്ഷ്മി ജയകൃഷ്ണൻ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. മറ്റത്തൂർ ശ്രീകൃഷ്ണ ഹൈസ്കൂൾ അധ്യാപകനായ PV പൗലോസ് മാസ്റ്ററുടെ സ്മരണാർത്ഥം സ്മൃതി സമിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ സാമൂഹ്യശ്രീ അവാർഡ് കൊടകരയിലെ പത്രപ്രവർത്തകരായ K പ്രസാദ്, ലോനപ്പൻ കടമ്പോട് എന്നിവർക്ക് നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. പത്രപ്രവർത്തനത്തോടൊപ്പം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തനവും പരിഗണിച്ചാണ് അവാർഡ് നൽകുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മെയ് മാസം നടക്കുന്ന ചടങ്ങിൽ അവാർഡ് സമർപ്പിക്കുമെന്ന് ഭാരവാഹികളായ ഡോക്ടർ ജസ്റ്റിൻ പോൾ, ഡോക്ടർ സന്തോഷ് പോൾ, അഡ്വക്കേറ്റ് M ലയ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചാലക്കുടി തച്ചുടപ്പറമ്പ് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലെ അമ്പു തിരുനാളിന് കൊടിയേറി. ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോളി വടക്കൻ കൊടിയേറ്റം നടത്തി. വികാരി ഫാദർ റാഫേൽ മൂലൻ നേതൃത്വം നൽകി. ശനി ഞായർ ദിവസങ്ങളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. തിരുനാൾ ദിനമായ ഞായറാഴ്ച തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോജോ അരിക്കാടൻ CMI മുഖ്യ കാർമ്മികനാകും. കോണത്തുകുന്ന് മനക്കലപ്പടി മാസ് ക്ലബ്, മനക്കലപ്പടി ഗ്രാമീണ വായനശാല എന്നിവർ സംയുക്തമായി തെരുവിൽ ഭരണഘടനാ വായനാ പരിപാടി നടത്തി. മുൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് AB മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമത്തിൽ ഭരണഘടനാ സാക്ഷരത ഉറപ്പാക്കുവാനുള്ള വിവിധ പരിപാടികളുടെ ഭാഗമായാണ് തെരുവിൽ ഭരണഘടനാ വായന നടത്തിയത്. മാസ് ക്ലബ് പ്രസിഡന്റ് MK മോഹനൻ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അസ്മാബി ലത്തീഫ് മുഖ്യാതിഥിയായി. ക്ലബ്ബ് സെക്രട്ടറി ഇന്ദു നിതീഷ്, ഹേമലത, ഉണ്ണികൃഷ്ണൻ, ഷിൽദേവ്, ശോഭന J പണിക്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു.
പ്രധാന വാർത്തകൾ വീണ്ടും. കൈപ്പറമ്പിൽ പൂരത്തിന് എഴുന്നള്ളിച്ച ആന ഇടഞ്ഞോടി. മേളക്കലാകാരനടക്കം 4 പേർക്ക് പരിക്കേറ്റു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. തൃശൂരിൽ എക്സൈസിന്റെ വൻ കഞ്ചാവ് വേട്ട. കൊഴുക്കുള്ളിയിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 22 കിലോ കഞ്ചാവ് പിടികൂടി. എക്സൈസ് സംഘത്തെ കണ്ട വീട്ടുടമയായ യുവാവ് ഓടി രക്ഷപ്പെട്ടു. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ മത്സ്യമാംസ വ്യാപാര സ്ഥാപനങ്ങളുടെ രജിസ്റ്റർ ഇല്ല. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടിയിലാണ് തദ്ദേശ സ്ഥാപനത്തിന്റെ കെടുകാര്യസ്ഥത വെളിവാക്കപ്പെട്ട വസ്തുത പുറത്തുവന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.